തിരികെ വാർത്തകളിലേക്ക്. കേരളത്തിൽ ആദ്യമായി വിദ്യാർത്ഥികൾ തദ്ദേശീയമായി നിർമ്മിച്ച റോക്കറ്റ് വിക്ഷേപിച്ചു. ഇടുക്കി മാർ ബെസേലിയോസ് ക്രിസ്ത്യൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ക്യാമ്പസ് ഗ്രൗണ്ടിലാണ് വിക്ഷേപണം നടന്നത്. 1601 മീറ്റർ ഉയരത്തിൽ റോക്കറ്റെത്തി. 1800 മീറ്റർ ഉയരത്തിൽ എത്തുമെന്നായിരുന്നു അനുമാനം. എന്നാൽ ഡിസൈനിങ്ങിൽ ഉൾപ്പെടെ എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിച്ചതായി അധികൃതർ അറിയിച്ചു. ബാസിലിയോൺ 01 എന്ന പേരിലാണ് കോളേജ് വിദ്യാർത്ഥികൾ സംയുക്തമായി റോക്കറ്റ് നിർമ്മിച്ചത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ എഞ്ചിനീയറിംഗ്, കോളേജ് അഡ്മിനിസ്ട്രേഷൻ എന്നിങ്ങനെ വിവിധ വിഷയങ്ങളിലായി ഏകദേശം 100-ലധികം വിദ്യാർത്ഥികളും ഫാക്കൽറ്റി അംഗങ്ങളും റോക്കറ്റ് വിക്ഷേപണത്തിന്റെയും നിർമ്മാണത്തിന്റെയും ഭാഗമായി. പീരുമേട് കുന്നുകളുടെ എയറോസോൾ ഗുണങ്ങളെ ചിത്രീകരിക്കുന്നതിനൊപ്പം വിളവ് ഒപ്റ്റിമൈസ് ചെയ്യുന്നതും കീടനാശിനി ഉപയോഗം കുറച്ചും താപനിലയുടെയും ഈർപ്പത്തിന്റെയും വ്യതിയാനങ്ങൾ പഠിച്ച സുഗന്ധവ്യഞ്ജന കൃഷി മെച്ചപ്പെടുത്തുക എന്നതുമായിരുന്നു റോക്കറ്റ് വിക്ഷേപണത്തിലൂടെ ലക്ഷ്യം വെച്ചിരുന്നത്. റോക്കറ്റ് വിക്ഷേപിച്ചുവെങ്കിലും പ്രതീക്ഷിച്ച വിജയമുണ്ടായില്ല. ഇതിന്റെ എല്ലാത്തിന്റെയും ക്ലോക്ക് പ്രിസിഷൻ എല്ലാ കാര്യങ്ങളും നടന്നു. ബട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വിദ്യാർത്ഥികളുടെ സംരംഭമായിരുന്നു. അറൗണ്ട് 8 to 9 months ദേ പുട്ട് എല്ലാ എഫേർട്സും അവർ ഇട്ടിട്ടുണ്ട്. ആൻഡ് വി ഹാവ് ചെക്ക്ഡ് ഓൾസോ. ഗ്രൗണ്ട് ടെസ്റ്റ് ചെയ്തു, ഗ്രൗണ്ടിൽ നിന്ന് മിഷൻ റൂമിലോട്ടുള്ള ടെസ്റ്റ് ചെയ്തു, എല്ലാം ചെയ്തു. ഇന്നലെ രാത്രിയിലും ഇത് നടന്നു. ഇതിൻ്റെ പെർമിഷൻ DGCA നിന്നും ഇസ്രോയിൽ നിന്നും എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ഒന്നുകൂടി നമുക്ക് പോകാൻ പറ്റും. അതിന് യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഞങ്ങളുടെ കുട്ടികൾക്കൊന്നും വിഷമില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് തന്നെയാണ് ഒരു അച്ചീവ്മെന്റ്. മീ സിദ്ധാന്തം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഓൺബോർഡ് എയറോസോൾ സെൻസർ ശേഖരിച്ച ഡേറ്റ പോസ്റ്റ് ഫ്ലൈറ്റ് ടീം വിശദമായി പഠിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ നേരിയ പരാജയം നേരിട്ടെങ്കിലും തുടർ അനുമതികൾ ലഭിക്കുന്ന മുറയ്ക്ക് റോക്കറ്റിന്റെ വിക്ഷേപണം വീണ്ടും നടത്താനാണ് കോളേജ് അധികൃതരും കുട്ടികളും തീരുമാനിച്ചിരിക്കുന്നത്. ജനം, ഇടുക്കി.